പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പരിങ്ങള്ളൂരാണ്. ഞാനിപ്പോഴുള്ളത് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റ് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിൽ ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അച്ചൻകോവിൽ ദേശത്ത് ഇതൊരു വനപ്രദേശമാണ്. ഈ വനപ്രദേശത്ത് ഉള്ള ആയിരക്കണക്കിന് ആളുകൾ താമസമുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ ആ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഭഗവാന്റെ കൈക്കുമ്പിളിലിരിക്കുന്ന ചന്ദനവും അതിന് മുന്നിലിരിക്കുന്ന തീർത്ഥവും കൊടുത്താൽ അവരുടെ ഈ വിഷമിറങ്ങി അവരിൽ നിന്നും ആ വിഷം ഇല്ലാതായി രോഗശമനമുണ്ടാകുന്ന ഒരു അവസ്ഥ അച്ചൻകോവിലിൽ നിലവിലുണ്ട്. ഇത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇത് തമിഴ്നാട്ടിലെ നല്ല ഒരു ശതമാനം ആളുകൾക്കും ഇത് അറിയാവുന്നതാണ്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. കേരളത്തിൽ നിന്നും ഏകദേശം 20% ആളുകൾ മാത്രമേ അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളൂ. ബാക്കി തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തമിഴ്നാടിൻ്റെ പകുതിയോളം ഭാഗത്തു നിന്നുള്ള ഭക്തന്മാർ അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്നിവിടെ പ്രസിദ്ധമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. പ്രസിദ്ധമായ ചടങ്ങെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പാർച്ചന നടക്കുകയാണ് ഇന്ന് ഇവിടെ. ഇത് നമ്മുടെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും വലിയ പുഷ്പാർച്ചന മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലോറി കണക്കിന് പൂക്കളുമായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഇന്ന് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഭഗവാന്റെ തൃക്കോവിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തും പുറത്തുമെല്ലാം പൂക്കൾ കൊണ്ട് മൂടുന്ന ഒരു പൂമൂടൽ ചടങ്ങ് പോലെയാണ് ഇന്നിവിടെ ഇത് നടക്കുന്നത്. ഇത് ഒരു വലിയ ഉത്സവമായി, രഥോത്സവത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഭക്തന്മാരെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. കേരളത്തിൽ നിന്നും ഏകദേശം വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളൂ. ഇന്ന് നടക്കുന്ന ചടങ്ങിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലയൊലികൾ നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ്. മലയോര നാട് TV ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴുള്ളത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലാണ്. ഇവിടെ പ്രസിദ്ധമായ പുഷ്പാഭിഷേകം നടക്കുന്ന ദിവസമാണിന്ന്. പുഷ്പാഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ പുഷ്പാഭിഷേകം നടക്കുന്ന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളിൽ ഏറിയ പങ്കും തമിഴ്നാട്ടുകാരാണ്. കേരളത്തിലെ ആളുകൾക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വലുതായിട്ട് അറിയില്ല. കുറച്ചു പേരൊക്കെ, ഏതാണ്ട് 20% ആളുകൾക്ക് മാത്രമേ കേരളത്തിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയാവുന്നവരായിട്ടുള്ളൂ. അറിയാവുന്നവരൊക്കെ അച്ചൻകോവിൽ രഥോത്സവത്തിനും അച്ചൻകോവിലെ പുഷ്പാഭിഷേകത്തിനും എത്താറുണ്ട്. എത്തി ഭഗവാന്റെ ദർശനം നേടാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പുഷ്പാഭിഷേകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ക്ഷേത്രത്തിലെ സംഘടന ഹൃദയമായ എല്ലാം കൊടുത്താണ് രേഖപ്പെടുത്തുന്നത്. Oh